ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവെ, ഈ വചന ശുശ്രൂഷയിലേക്ക് അങ്ങയുടെ സാന്നിധ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ ഇരുന്ന്, അങ്ങയുടെ അടുത്തിരുന്ന് വചനം ശ്രവിക്കുന്ന സ്വർഗീയ അനുഭവം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. വചനത്തിലൂടെ അങ്ങയുടെ അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ. നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത് വചനമാണ്. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ഇവിടെ തൻ്റെ പുത്രനെ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ പുത്രൻ്റെ അമ്മ ആരായിരിക്കണം എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ്, തൻ്റെ പുത്രൻ്റെ വളർത്തപ്പൻ ആരായിരിക്കണം എന്നുള്ളത് ഇവരെ മുന്നേ കൂട്ടി തൻ്റെ ഹൃദയത്തിൽ തിരഞ്ഞെടുക്കുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. വിശുദ്ധ യോസേപ്പിനെ ഉണ്ണീശോയുടെ വളർത്തുപിതാവായി സ്വർഗം നേരത്തെ തന്നെ സെലക്ട് ചെയ്യുകയാണ്. യോസേപ്പിതാവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ദാവീദ് ഗോത്രജനായിരുന്നു ജോസഫ്. BC 25 അടുത്താണ് ഏതാണ്ട് ജനനം എന്നാണ് പറയുന്നത്. സഭാപിതാക്കന്മാരൊക്കെ സെൻറ്റ് ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പുള്ള ഒരു ആളായിരുന്നെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രത്യേക കരം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത്രേ. സ്വർഗം തെരഞ്ഞെടുത്ത ഒരു ആൾ. സഭാപിതാക്കന്മാർ പറയുന്നത് ബെത്ലഹേം ജാതൻ എന്ന് ജോസഫിനെ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ബെത്ലഹേം ജാതൻ. യോസേപ്പിതാവിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ ഒരുപാട് സ്നേഹം തോന്നും. നമുക്കൊക്കെ യോസേപ്പിതാവിനോട് വളരെ ഭക്തിയും സ്നേഹവും ഒക്കെ ഉള്ളവരാണ്. പ്രത്യേക കരം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് സഭാപിതാക്കന്മാർ സമർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സെലക്ഷനായിട്ടും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്നത്തെ പുരോഹിതന് അവിടെ ഉണ്ടായിരുന്ന യുവാക്കന്മാരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ചേർത്ത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് വംശത്തിലെ മുഴുവൻ യുവാക്കന്മാരെയും ഒരുമിച്ച് ചേർത്തു. ഒരുമിച്ച് ചേർത്തിട്ട് എല്ലാവരുടെയും കയ്യിൽ ഓരോ വടി കൊടുത്തു. പക്ഷേ ഈ ജോസഫിൻ്റെ കയ്യിലും വടി കിട്ടി. ജോസഫിൻ്റെ കയ്യിലെ വടി തളിർത്തു എന്നാണ് പറയുന്നത്. അതൊരു സ്വർഗത്തിൻ്റെ അടയാളമായിരുന്നു. ജോസഫിൻ്റെ കയ്യിലെ വടി തളർത്തത് കൊണ്ട് ജോസഫിനെ മറിയത്തിൻ്റെ ഭർത്താവായി അവിടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഭാപിതാക്കന്മാർ സമർത്ഥിക്കുന്നത് സ്വർഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കിട്ടിയ ആളാണ് സെൻറ്റ് ജോസഫ് എന്നാണ്. യോസേപ്പിതാവിനോട് എനിക്ക് വളരെ ഭക്തിയുള്ള ഒരു സിസ്റ്ററാണ് ഞാൻ. എനിക്ക് യോസേപ്പിതാവിന് അതുപോലെയാണ്, നല്ല സ്നേഹമാണ്, ഭക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ജോസഫിലൂടെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അനുഗ്രഹങ്ങളുടെ ഒക്കെ മുൻപിൽ നന്ദിയോടെ നിൽക്കുകയാണ്. ഈ ജോസഫ് മറിയം ഗർഭിണിയാണെന്നുള്ള വാർത്തയറിഞ്ഞ് ഒരുപാട് ദുഃഖിതനായി, ആകുലചിത്തനായി. പക്ഷേ ജോസഫിൻ്റെ നന്മയെക്കുറിച്ച് വചനം പറയുന്നത് നീതിമാനായിരുന്നു എന്നാണ്. ഈ നീതി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കത്തുന്ന അഗ്നിയായി തീർന്നതുകൊണ്ട് ഈ ഭാര്യയായ മറിയത്തെ അപമാനിതയാക്കാനായിട്ട് ജോസഫ് തെല്ലുമേ ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് പുള്ളി ഒരു തീരുമാനത്തിൽ എത്തുകയാണ്, രഹസ്യമായിട്ട് ഞാൻ അവളെ ഉപേക്ഷിക്കും. രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ പോവുകയാണ്. അതീവ ദുഃഖമുണ്ട്, ഭാരമുണ്ട്, ആകുലചിത്തതയുണ്ട്. എങ്കിലും പക്ഷേ ജോസഫിന് സംഭവിക്കുന്ന ഈ ഒരു മാനസിക സംഘർഷവും ദുഃഖവും മുഴുവനും മേരി മനസ്സിൽ കണ്ട് അവൾ മനസ്സ് നൊന്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഭർത്താവ് തന്നെ സംശയിക്കുന്നതിൽ മനം നൊന്ത് മേരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേരിയുടെ പ്രാർത്ഥനയുടെ ഫലവും
യേശുപിതാവിൻ്റെ മനസ്സിലെ നീതിബോധവും കൂടെ സ്വർഗത്തിലേക്ക് എത്തുകയാണ്. ഇത് രണ്ടും കൂടെ ഒരു കൂട്ടിമുട്ടൽ അവിടെ നടക്കുക. സ്വർഗം അവിടെ ഇടപെടുകയാണ്. എങ്ങനെ ഇടപെടുന്നു? ലൂക്കാസ് സുവിശേഷത്തിന് മത്തായി സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാം സ്വർഗം അവിടെ ഇടപെട്ടു. സ്വർഗം ജോസഫിന് ഒരു സ്വപ്ന ദർശനത്തിൽ വാക്ക് കൊടുക്കുകയാണ്. അവളെ നീ ഉപേക്ഷിക്കേണ്ട, മറിയത്തെ നീ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാളാണ്. വലിയ ഒരു പ്രവചനം എന്ന വണ്ണം സ്വർഗം ജോസഫിൻ്റെ മുൻപിൽ വലിയ ദർശനമരുളി. നമ്മൾ വചനത്തിൽ കാണുകയാണ്, നിദ്രയിൽ നിന്ന് ഉണർന്ന ജോസഫ് മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഉടനെ തന്നെ ഈ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയാണ് ചെയ്തത്. ജോസഫിൻ്റെ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ആ നീതിനിഷ്ഠയുള്ള ആ ഒരു സ്വഭാവ സവിശേഷത സ്വർഗത്തെ പോലും പിടിച്ച് കുലുക്കുകയാണ് ചെയ്യുന്നത്. യോസേപ്പ് പിതാവിന് ഇന്ന് നമ്മുടെ സഭയുടെ മധ്യസ്ഥനായിട്ട് ഉണ്ടെങ്കിൽ അത് സ്വർഗം നമുക്ക് വേണ്ടി നിയോഗിച്ച് തന്നേക്കുന്നതാണ്. ഈ കഴിഞ്ഞ കാലയളവിൽ ഒരു 2 വർഷം മുമ്പ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഒരു സഹോദരി വന്നു. ആ സഹോദരിക്ക് 5 പെൺപിള്ളേരാണ്. ഭർത്താവ് ഇങ്ങനെ മദ്യപിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ഉത്തരവാദിത്വമില്ല പിള്ളേരുടെ കാര്യത്തിൽ. ഈ സ്ത്രീ ഇങ്ങനെ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വികാരിച്ചിൽ നിന്നൊക്കെ പൈസ വിരിച്ച് മൂത്ത കൊച്ചിൻ്റെ കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കഷ്ടപ്പെട്ട്. അവരുടെ ഇടവക ദേവാലയം യോസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമാണ്. എല്ലാ ബുധനാഴ്ചകളിലും യോസേപ്പ് പിതാവിൻ്റെ നൊവേനയിൽ പോയി പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഈ സ്ത്രീ ജോലിക്ക് പോകുള്ളൂ. അങ്ങനെ കുറച്ച് പൈസയൊക്കെ സ്വരുക്കൂട്ട് വെച്ചു. ഒരു പയ്യൻ വന്നു, ഇവളെ ഇഷ്ടപ്പെട്ടു, കല്യാണ നിശ്ചയമൊക്കെയായി. പക്ഷേ ഇവരാവശ്യപ്പെട്ട തുക കൊടുക്കാനായിട്ടില്ലാതെ വിഷമിച്ച് ഒരു ദിവസം പള്ളിയിൽ ഒരു ബുധനാഴ്ച യോസേപ്പ് പിതാവിൻ്റെ നൊവേന കഴിഞ്ഞ് മുറ്റത്തോട്ടിറങ്ങുമ്പം വൃദ്ധനായ ഒരു മനുഷ്യൻ, ഈ സ്ത്രീ എന്നോട് പറഞ്ഞ കാര്യമാണ്, വൃദ്ധനായ ഒരു മനുഷ്യന് ഒരു കവറ് കൊണ്ട് ഈ സ്ത്രീയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കയ്യിലിരുന്നോട്ടെ, വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി. പരിചയമില്ല, ഇയാളെ പള്ളിയിലൊന്നും കണ്ട് പരിചയമില്ല. ഒരു കവറാണ്, അത് കൈ കൊടുത്തേക്കാണ്. വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വൃദ്ധൻ അങ്ങനെ അങ്ങ് നടന്നു പോവുകയും ചെയ്തെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. പക്ഷേ ഈ വൃദ്ധനായ മനുഷ്യൻ നടന്ന് അകന്ന് തീരുന്നതിന് മുൻപേ തന്നെ ആകാംക്ഷയായി എന്താണ് തൻ്റെ കയ്യിൽ കിട്ടിയതെന്ന് കാണാൻ വേണ്ടി. ഈ സഹോദരി എന്ത് ചെയ്തു? വളരെ ശ്രദ്ധാപൂർവം കവറ് പൊട്ടിച്ചപ്പോൾ അതിനകത്ത് 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകളാണ്. ഈ സ്ത്രീ എന്നോട് പറയാണ്, സിസ്റ്ററെ, അതിനകത്ത് 80,000 രൂപ, 80,000 രൂപയാണ് ആ കവറിനകത്ത് ആ വൃദ്ധനായ മനുഷ്യൻ എനിക്ക് കൊണ്ടു തന്നത്. അവിടെ മുഴുവൻ അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് ആർക്കും അറിയത്തില്ല. ഈ സ്ത്രീ ആദ്യമായിട്ട് കാണുകയാണ്. കുർബാന കഴിഞ്ഞിറങ്ങിയ സമയമാണ്. ഈ സഹോദരി വീട്ടിൽ ചെന്ന് ഈ പൈസ ഭർത്താവിനോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, അപ്പം വിവാഹിതയാകാൻ പോകുന്ന കൊച്ചിനോട് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു, മമ്മി എന്ന് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നതല്ലേ, ഞങ്ങളെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുന്നതല്ലേ. നമുക്ക് യേശു പിതാവ് നമ്മുടെ വീടിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ട് കഷ്ടപ്പാട് കണ്ട് യേശു പിതാവ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കൊണ്ടുതന്നതാണ്. എൻ്റെ കല്യാണ ഗിഫ്റ്റായിട്ട് യേശു പിതാവ് കൊണ്ടുതന്നതാണ്. ഉടനെ ആ സ്ത്രീക്ക് അത് വളരെ വിശ്വാസമായി. ഈ അനുഭവം ഈ സ്ത്രീ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ എൻ്റെ മനസ്സിൽ പറയുകയാണ്, അയ്യോ അത് യേശു പിതാവ് തന്നെ ആയിരിക്കും, ആ മനുഷ്യൻ്റെ യേശു പിതാവ് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇത് കേൾക്കുക തന്നെ ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്ത്രീ പറയുകയാണ്, വളരെ നല്ല രീതിയിൽ ഈ കുഞ്ഞിനെ ഇറക്കി വിടാൻ സാധിച്ചു. കല്യാണം കഴിഞ്ഞ് അവർക്ക് അത്യാവശ്യം പൈസയും കൂടെ മിച്ചം വന്നെന്നാണ് പറഞ്ഞത്. അത്രയും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ യേശു പിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ. എന്നിട്ട് അവർ ഈ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട വീട്ടുകാരോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു, വികാരിച്ചനോട് എന്ന് പറഞ്ഞു. അന്ന് തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത്രയും പൈസ ഇങ്ങനെ ഒരാൾ കൊണ്ട് തന്നിട്ടുണ്ട്. അച്ഛന് സന്തോഷമായി, വളരെ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് കടന്നു വന്നു. യേശു പിതാവിൻ്റെ മധ്യസ്ഥം തേടുന്ന അനേകരുണ്ടെന്നിവിടെ. എന്തോരം അനുഗ്രഹങ്ങളും കൃപകളുമാണ് യേശു പിതാവിലൂടെ നടക്കുക. സ്വപ്നത്തിൻ്റെ ദർശനം അനുസരിച്ച് തൻ്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിച്ചു. യേശു പിതാവ് സ്വീകരിച്ച തിരുക്കുടുംബത്തോട് യേശു പിതാവ് കാണിച്ച ആ സ്നേഹം, ബഹുമാനം, ഇതെല്ലാം സ്വർഗത്തെ യേശു പിതാവിനെ വിലമതിക്കാനായിട്ട് ഇടവരുത്തുക ചെയ്തേ. പരിശുദ്ധ തൃത്വം, വിശുദ്ധ അഗസ്തീനോസ് പറയുന്നൊരു കാര്യമാണ്, പരിശുദ്ധ തൃത്വം
ഇതിൽ സന്തുഷ്ടമായി. അതുകൊണ്ട് എന്തേ, ഉണ്ണിമിശിഹായുടെ വളർത്തപ്പനാകാനുള്ള യോഗ്യത യോസേപ്പിതാവിന് കൊടുത്തു. ഉണ്ണീശോയ്ക്ക് പേരിടാനായിട്ടുള്ള ദൗത്യം യോസേപ്പിതാവിന് കൊടുത്തു. മറിയത്തെയും ഉണ്ണിയെ സംരക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം യോസേപ്പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു. എന്തോരം ഉത്തരവാദിത്വങ്ങളാണ് യോസേപ്പിതാവിൻ്റെ കൈരങ്ങളിലേക്ക് സ്വർഗം വെച്ചു കൊടുക്കുന്നത്. ഈ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ യോസേപ്പിതാവിനോടുള്ള നമ്മുടെയൊക്കെ മധ്യസ്ഥം എത്ര കണ്ട് അതിശക്തമാണെന്ന് നിങ്ങൾക്കറിയോ? ഞാനിന്ന് കൊളത്തുവയിലെ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മാസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സിസ്റ്റർ അവിടെ പ്രാർത്ഥനാനിരതയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പൈസയ്ക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട ഒരു സമയമാണ്. ഇപ്പോൾ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പം വേണ്ടത്ര പൈസ എടുക്കാൻ കയ്യിലില്ല. ഒരു സങ്കടത്തോടു കൂടെ ഞാൻ പരിശുദ്ധമ്മയുടെ സ്റ്റാച്ചുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ടെസിന് സിസ്റ്ററെ, യോസേപ്പിതാവിന് ഒരു കത്തെഴുത്, ഇത്ര പൈസയുടെ ആവശ്യമുണ്ടെന്നും പറഞ്ഞൊരു കത്തെഴുതിയിട്ട് അത് യോസേപ്പിതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ സിസ്റ്റർ വന്നപ്പോൾ തൊട്ട് എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ കത്തെഴുതിയിട്ടൊന്നും എനിക്ക് പൈസ വേണ്ട, കത്തെഴുതാനൊന്നും പോകുന്നില്ല, അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, യോസേപ്പിതാവ് തരാനാണ് തരട്ടെ, യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥം എനിക്കുണ്ട് എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നിന്നു. പക്ഷെ ഒരു ശനിയാഴ്ച ഈ സിസ്റ്റർ നിർബന്ധപൂർവ്വം പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ, എനിക്ക് വേണ്ടി സിസ്റ്റർ ഒരു കത്തെഴുത്, മറ്റാർക്കും വേണ്ടി എഴുതണ്ട, എനിക്ക് വേണ്ടി ഒരു കത്തെഴുത്. അങ്ങനെ ഞാൻ NRCയുടെ ലെറ്റർ പാഡ് എടുത്ത് എൻ്റെ മുറിയിലിരുന്ന് പ്രിയപ്പെട്ട യോസേപ്പിതാവ് അറിയുന്നതിന് NRCയിൽ നിന്ന് ടെസിന് സിസ്റ്റർ എഴുതുന്നത്, എനിക്ക് ഈ ആഴ്ചത്തേന് ഇത്ര പൈസ വേണമായിരുന്നു, എനിക്ക് അങ്ങ് ഇത് തരണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന ഒപ്പ് ഇതെല്ലാം മടക്കി ആഘോഷമായിട്ട് ഞങ്ങളുടെ ചാപ്പിൽ കൊണ്ടുപോയി യോസേപ്പിതാവിൻ്റെ രൂപം പൊക്കി അതിനടിയിൽ വെച്ച് യോസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോന്നു. പിറ്റേന്ന് ശനിയാഴ്ചയാണ് ഈ സംഭവം. പിറ്റേന്ന് ഞായറാഴ്ചയാണ്, ധ്യാനം തുടങ്ങുകയാണ്. അപ്പം ബോംബെയിൽ നിന്ന് ഒരു സഹോദരൻ, നേരത്തെ അവിടെ ധ്യാനിച്ചിട്ട് പോയ ഒരു സഹോദരനാണ്. ആ സഹോദരൻ്റെ മകൻ അവിടെ ധ്യാനിക്കാനുണ്ട് ഞായറാഴ്ച. ഞായറാഴ്ച ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്ന് ധ്യാനം നടക്കുന്നൊരവസ്ഥയാണ്. ഈ കൊച്ചെന്നെ അന്വേഷിച്ച് നടക്കുവാണ്, ആരാണ് ടെസിൻ സിസ്റ്റർ എന്നറിയാൻ. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു കവർ തന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, പപ്പ ഇത് സിസ്റ്ററിനെ ഏൽപ്പിക്കാൻ വേണ്ടി തന്നു വിട്ടതാണ്. ഞാൻ ചോദിച്ചു, എന്താടാ മോനെ ഇതിനകത്ത്? സിസ്റ്റർ പൊട്ടിച്ചു നോക്ക്. ഞാനത് വളരെ സ്നേഹത്തോടു കൂടെ താങ്ക്സൊക്കെ പറഞ്ഞു. കവർ പൊട്ടിച്ചപ്പം അതിനകത്ത് 15,000 രൂപയുടെ ഒരു ചെക്കാണ്. ഞാൻ യോസേപ്പിതാവിന് കത്തെഴുത് 30,000 രൂപ ചോദിച്ചുകൊണ്ടാണ്. പക്ഷേ ആ കവറിനകത്ത് എനിക്കന്ന് 15,000 രൂപ എനിക്ക് ചെക്കായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് അന്ന് ഞായറാഴ്ച ഈ പൈസ കിട്ടി. തിങ്കളാഴ്ച ഞങ്ങളുടെ അടുത്തൊരു കൂരാച്ചുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയുള്ള ഒരു കടക്കാരൻ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെയും കടയിൽ നിന്ന് കിട്ടിയ ഒക്കത്തിൻ്റേതായിട്ട് ദശാംശമായിട്ട് ഒരു 10,000 രൂപ മറ്റൊരാളുടെ കയ്യിൽ ഇങ്ങനെ കൊടുത്തയച്ചു. അങ്ങനെ 15, 10, 25. ആ ധ്യാനം തീർന്ന അന്ന് വെള്ളിയാഴ്ച രാവിലെ ഒരു സഹോദരന് ഒരു 5,000 രൂപ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഇത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആ ഒരു ആഴ്ച കൊണ്ട് യോസേപ്പിതാവിനോട് ആത്മാർത്ഥമായി എന്തു ചോദിച്ചോ ആ 30,000 രൂപയും യോസേപ്പിതാവ് തന്ന് എൻ്റെ വിശ്വാസത്തെ അരക്കിട്ട് ഉറപ്പിക്കുകയും ആ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിലേക്ക് എന്നെ യോസേപ്പിതാവ് നയിക്കുകയുമാണ് ചെയ്തത്. യോസേപ്പിതാവിനുള്ള ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നും. പക്ഷേ എൻ്റെ ഈ ജീവിതത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു കാര്യമാണ്. യോസേപ്പിതാവിനോട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ, കാരണം സ്വർഗത്തിൻ്റെ കയ്യൊപ്പുള്ള ആളാണ് യോസേപ്പിതാവ്. തിരുക്കുടുംബത്തെ നോക്കാൻ സ്വർഗം നിയോഗിച്ച ആളാണ്. ഈശോയ്ക്ക് പേരിടാൻ വേണ്ടി സ്വർഗം നിയോഗിച്ച ആളാണ്. വലിയ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർഗം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ യോസേപ്പിതാവിനോടൊരു കാര്യം ചോദിക്കുമ്പം വലിയ കരഘോഷമൊന്നുമില്ല, വലിയ ബഹളങ്ങളൊന്നുമില്ല, ശാന്തനാണ്. ശാന്തമായി ജീവിതത്തിൻ്റെ മുഴുവനും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത ഈ വിശുദ്ധ പിതാവ് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ എല്ലാം, എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഇതുപോലെ സാമ്പത്തിക പ്രശ്നമായിക്കൊള്ളട്ടെ, ആത്മീയ പ്രശ്നമായിക്കൊള്ളട്ടെ, വീട്ടാവശ്യങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളായിക്കൊള്ളട്ടെ, യോസേപ്പിതാവിനോട് നമ്മൾ ചോദിച്ചാൽ ശാന്തമായി യോസേപ്പിതാവ് നമുക്കതെല്ലാം തരും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞില്ലേ, എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും യോസേപ്പിതാവ് എന്നെ സഹായിക്കുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും യോസേപ്പിതാവ് എന്നെ സഹായിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ഈ പിതാവ് നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യം വളരെ
വിശ്വസനീയമായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ എന്തുമാത്രം പരീക്ഷണങ്ങളിലൂടെയാണ് യോസേപ്പ് പിതാവ് കടന്നുപോയത്. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് പേരെഴുതിക്കാനായിട്ട് എന്തോരം ദീർഘദൂരമാണ് അവർ യാത്ര ചെയ്തത്. നസ്രത്തിൽ നിന്ന് 80 മൈലോളം യാത്ര ചെയ്തു, പൂർണ്ണ ഗർഭിണിയായ മറിയം കൂടെ. ഈ മരുഭൂമിയിലുള്ള ഈ യാത്ര 5 ദിവസം കൊണ്ടാണ് അവർ അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും മറിയത്തിന് പ്രസവവേദനയായി, പ്രസവിക്കാനുള്ള സമയമായി. എന്തോരം ഇടങ്ങളിൽ കൂടെ പോയി മുട്ടി ഒരു സ്ത്രീക്ക് പ്രസവിക്കാനുള്ള സ്ഥലത്തിന് വേണ്ടി. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മളൊന്ന് സാധാരണ രീതിയിലൊന്ന് ആലോചിക്കുകയാണെങ്കിൽ എന്തുമാത്രം വേദന അനുഭവിച്ചു യോസേപ്പ് പിതാവ്. തൻ്റെ ഭാര്യയ്ക്ക് ലോകരക്ഷകനെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചിടാനുള്ള ഒരു ഇടത്തിന് വേണ്ടി ഈ മനുഷ്യൻ കിടന്ന് അലയുകയാണ്, കഷ്ടപ്പെടുകയാണ്. ഒരുപാട് കഥകൾ പോയി മുട്ടി, എല്ലാ മുട്ടിയ ഡോറുകളും അടയപ്പെട്ടു. അവസാനം പുൽത്തൊട്ടിയിൽ ഉണ്ണിമിശിഹായ്ക്ക് ജന്മം കൊടുക്കാനുള്ള സ്ഥലം കണ്ടെത്തുകയാണ്. ജീവിതത്തിൻ്റെ ഒരുപാട് വിഷമതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് പോയ ഈ യോസേപ്പ് പിതാവിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ആ പിതാവിന് അതിൻ്റെ പാരമ്യത്തിൽ അറിയാനുള്ള കൃപയുണ്ട്. അത് സ്വർഗം കൊടുത്തേക്കുന്ന ഒരു കൃപയാണ്. നമുക്ക് യോസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഭക്തിയില്ലാത്തവരും ഉള്ളവരും ഒക്കെ കണ്ടേക്കാം. പക്ഷേ യോസേപ്പ് പിതാവ് നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനാണ് യോസേപ്പ് പിതാവ്. അപ്പോൾ കുടുംബജീവിതം നയിക്കുന്ന നിങ്ങളെല്ലാവരും യോസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കണം. കുടുംബജീവിതത്തിൻ്റെ വിഷമതകൾ, പ്രയാസങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ദുഃഖങ്ങൾ, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് എങ്ങനെ ആയിക്കൊള്ളട്ടെ, യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം അവിടുന്ന് നമുക്ക് തരും. വീണ്ടും ഈ ഉണ്ണീശോയം കൊണ്ടുള്ള യോസേപ്പ് പിതാവിൻ്റെ അലച്ചിലെന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വേദനാജനകമാണ്. പിന്നെ ഹെറോദോസിൻ്റെ പിടിയിൽ നിന്ന് ഉണ്ണീശോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കൊടുത്ത അരുളപ്പാടനുസരിച്ച് ഈജിപ്തിലേക്കുള്ള ഓട്ടം. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ അർക്കലാവോസാണ് ഭരിക്കുന്നതെന്ന്. വീണ്ടും അവിടെ ഭയം ജനിക്കുകയാണ്. വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ അവിടുന്ന് യോസേപ്പ് പിതാവിന് അരുളപ്പാട് കൊടുക്കുകയാണ്. സ്വപ്ന ദർശനമാണ് അധികവും യോസേപ്പ് പിതാവിനുള്ളത്. സ്വപ്ന ദർശനം. ഈ സ്വപ്ന ദർശനത്തിലൂടെ ഓരോ നിമിഷങ്ങളിലും, ഓരോ മിനിറ്റിലും, ഓരോ സെക്കൻഡിലും, അതാണ് നമ്മളിവിടെ കാണേണ്ടത്, ഓരോ സെക്കൻഡിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു 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 കൊടുക്കുകയാണ്. അതനുസരിച്ച് ജീവിതത്തെ മുഴുവനും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ വലിയ താതൻ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ണീശോയെ വളർത്താനായിട്ട് മറിയത്തിൻ്റെ ഒപ്പം നിന്നു. ആശാരി പണിയെടുത്ത് കഷ്ടപ്പെട്ടാണ് മറിയത്തെയും ഉണ്ണീശോയെയും ജോസഫ് പോറ്റിയത്. ഒരു നല്ല ഒരു കുടുംബനാഥൻ, അധ്വാനശീലനായ ഒരു കുടുംബനാഥൻ. അതുകൊണ്ടാണ് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് 1955 12-ാം പിയൂസ് മാർപ്പാപ്പ നിയോഗിച്ചു വെച്ചത്, യോസേപ്പ് പിതാവിനെ പ്രഖ്യാപിച്ചു വെച്ചത് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട്. അധ്വാനത്തിൻ്റെ വില എന്താണെന്ന് യോസേപ്പ് പിതാവിന് അറിയാം, നല്ല രീതിയിൽ അറിയാം. സഹായിക്കാൻ അവരുടെ അടുത്ത് എത്തുകയാണ്. അതുപോലെ തന്നെ തിരുകുടുംബക്കാരുടെ മധ്യസ്ഥനാണ്, കന്യാവ്രതക്കാരുടെ കാവലക്കാരനാണ്, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. പിന്നെ ഈ സ്വർഗം ഓരോ വിശുദ്ധരെയൊക്കെ പ്രഖ്യാപിക്കുമ്പം ഓരോ നിയോഗത്തിന് വേണ്ടി അവരെ പ്രത്യേകമായിട്ട് ഇങ്ങനെ വാഴിക്കും. പക്ഷേ യോസേപ്പ് പിതാവിനെ എങ്ങനെയാണെന്നറിയാവോ? എല്ലാ കാര്യങ്ങളുടെയും മധ്യസ്ഥനായിട്ടാണ് യോസേപ്പ് പിതാവിനെ സ്വർഗം സെലക്ട് ചെയ്തേക്കുക. ഈശോയുടെ വളർത്തപ്പനാകാനുള്ള ഭാഗ്യം, മറിയത്തിൻ്റെ ഭർത്താവാകാനുള്ള ഭാഗ്യം ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പെന്നല്ലാതെ നമുക്കിതിനകത്ത് ഒന്നും പറയാനായിട്ടില്ല. യോസേപ്പ് പിതാവിനോട് വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തോരോ അനുഗ്രഹങ്ങളാണ് നമുക്ക് തരിക. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിലൊക്കെ, നിർണായക നിമിഷങ്ങളിലൊക്കെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യോസേപ്പ് പിതാവിൻ്റെ മുൻപിൽ പോയി ഞാൻ ഇരിക്കാറുണ്ട്. യോസേപ്പ് പിതാവിൻ്റെ മുമ്പിൽ ദീർഘസമയം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, യോസേപ്പ് പിതാവേ എനിക്കൊരു സ്വപ്ന ദർശനം എന്താ, എനിക്കും ഈ കാര്യങ്ങളിപ്പോൾ എങ്ങനെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു വെളിപാടുതാ. ഒരുപാട് എൻ്റെ ഇന്ന് വരെയുള്ള സന്യാസ സമർപ്പണത്തിൻ്റെ നിമിഷങ്ങളിൽ ഈ താതൻ എന്നെ സഹായിച്ചിട്ടുണ്ട്.
ഒരുപാട് നിമിഷങ്ങളിൽ ഒരു സ്വർഗീയ ദർശനം പോലെ തന്നെ അവിടുന്ന് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇന്ന കാര്യം ഇന്ന പോലെ ചെയ്താൽ ഇന്ന രീതിയിൽ എത്തിച്ചേരും. ആ ഒരു അഭിഷേകത്തിനനുസരിച്ച് പോകുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും യേശുപിതാവ് നടത്തിത്തരും. ഒരു പണി, നിങ്ങളൊരു വീട് പണിയാനായിട്ട് ആശിക്കുന്ന ഒരു കുടുംബമാണോ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒരു സ്ഥാപനമോ എന്തെങ്കിലും പണിയാൻ ആശിക്കുന്നവരാണോ, യേശുപിതാവിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ ആ പണിയെ സുന്ദരമായിട്ട് ചെയ്തു തരും. അപകടമില്ലാതെ മരണമില്ലാതെ നിങ്ങൾ ആശിക്കുന്ന സമയത്തിനുള്ളിൽ നല്ല രീതിയിലുള്ള പണിക്കാരെ നിന്ന് പണിയൊക്കെ പൂർത്തിയാക്കി തരാൻ യേശുപിതാവ് നമ്മളെ സഹായിക്കും. പല മനുഷ്യർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഭവനവുമായിട്ട് പണിയൊക്കെ ആയിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മനുഷ്യരൊക്കെ പ്രാർത്ഥിക്കാൻ വരും. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മിക്കവാറും എനിക്ക് കിട്ടാറുള്ള ഒരു ദർശനമാണ്, യേശുപിതാവിനോട് പ്രാർത്ഥിക്കാൻ പറ, യേശുപിതാവിനോട് പ്രാർത്ഥിക്കാൻ പറ. ഞാൻ ചിലരോട് പറയും, യേശുപിതാവിന് നൊവേന ചൊല്ലി പ്രാർത്ഥിക്ക്, വീടിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്ക്. പണിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണോ, യേശുപിതാവിനോട് പ്രാർത്ഥിക്ക്. നല്ല ഒരാശാരിയായിരുന്നു, നല്ല സൂപ്പർ പണി, ഒരു കുറവില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പണി യേശുപിതാവ് നല്ല രീതിയിൽ നിങ്ങളെ സഹായിച്ചു തരും. നിങ്ങൾക്കൊരു വീടില്ലാത്ത ഒരാളാണോ, യേശുപിതാവിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ആ സമയത്തിൻ്റെ ഒരു പൂർത്തി എന്ന് പറയുന്നൊരു സമയമുണ്ടല്ലോ, ഒരു പൂർത്തീകരണം, സമയത്തിൻ്റെ പൂർത്തീകരണത്തെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഒരു ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാളാണോ, പഠിച്ചു, വിദ്യാഭ്യാസമുണ്ട്, ഒരുപാട് ഇൻ്റർവ്യൂവിന് പോയി, എല്ലാം തോറ്റുപോയി, അങ്ങനെ ഒരു മനസ്സ് മടുത്തിരിക്കുന്ന ഒരു സമയമാണോ, യേശുപിതാവിൻ്റെ അടുത്തുനിന്ന് ശാന്തമായിട്ടിരുന്നിട്ട് യേശുപിതാവിനോടൊന്ന് പ്രാർത്ഥിച്ചേ, എനിക്കൊരു ജോലി കണ്ടുപിടിച്ച് തരാൻ എന്നെ സഹായിക്കണമെന്ന്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ സഹായകരമായ നല്ല ഒരു ജോലി യേശുപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഒരു വീട്ടമ്മയാണോ, അവിടെ ഇരുന്ന് പണികളെല്ലാം തീർത്തിട്ട് യേശുപിതാവിനോടൊപ്പം സ്വർഗത്തോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ, എന്തോരം സ്വർഗീയ അനുഗ്രഹങ്ങളായിരിക്കും നമ്മൾക്ക് ലഭിക്കാനായിട്ട് പോവുക. എല്ലാ കാര്യങ്ങളിലും യേശുപിതാവിനെ സ്വർഗം ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെന്നേ, എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് നമുക്ക് മടി കൂടാതെ യേശുപിതാവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾക്ക് ഒരു സഹായം, സ്വർഗത്തിൻ്റെ ഒരു സഹായം നമുക്ക് കിട്ടുന്നത് പോലെ തോന്നും. യേശുപിതാവിനെ നമ്മൾ അവസാനമായിട്ട് തിരുവചനത്തിൽ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ 12-ാമത്തെ വയസ്സിൽ ഉണ്ണീശോയെ അവർക്ക് നഷ്ടപ്പെടുകയാണ്, മറിയത്തിനും ജോസഫിനും നഷ്ടപ്പെടുകയാണ്. അങ്ങനെ തിരുനാളൊക്കെ കഴിഞ്ഞവർ തിരിച്ചു പോരുന്ന വഴിക്ക് യേശുപിതാവ് വിചാരിച്ചു ഉണ്ണീശോ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്, മാതാവ് വിചാരിച്ചു യേശുപിതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. പക്ഷെ രണ്ടുപേരുടെയും കൂടെ കൊച്ചില്ലായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് അവസാനം ദേവാലയത്തിൽ ചെന്നപ്പോൾ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് വചനം വ്യാഖ്യാനിക്കുന്ന ഉണ്ണീശോയെയാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് യേശുപിതാവിനെ നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. പിന്നെ യേശുപിതാവിനെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നതേയില്ല. എന്തായാലും സഭ യേശുപിതാവിനെ നന്മരണക്കാരുടെ മധ്യസ്ഥനായിട്ടും കൂടെ വാഴിച്ചിട്ടുണ്ട്. മരിക്കുന്ന യേശുപിതാവിൻ്റെ മരണനേരത്ത് യേശുപിതാവിൻ്റെ അടുത്ത് 2 പേരാണ് ഉണ്ടായിരുന്നത്. ആരാന്നറിയാവോ? 1 പരിശുദ്ധ അമ്മ, 2 ഈശോ. അമ്മയും മോനും കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ ഭാര്യയായ മറിയം, തൻ്റെ കുഞ്ഞിൻ്റെ വളർത്തപ്പൻ, ഈ 2 പേരുടെയും വളരെ സാന്നിധ്യത്തിലാണ് യേശുപിതാവ് മരിക്കുക. അതുകൊണ്ടാണ് യേശുപിതാവിനെ നന്മരണക്കാരുടെ മധ്യസ്ഥനായിട്ടും കൂടെ സഭ തന്നിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുപിതാവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളിലും ഈ സ്വർഗതാതൻ നമ്മളെ സഹായിക്കും. വീട് സംബന്ധവും സഭാ സംബന്ധവും സമൂഹപരമായ കാര്യങ്ങളും എല്ലാം ആവശ്യങ്ങളിലും യേശുപിതാവിൻ്റെ മാധ്യസ്ഥം തേടാം. യേശുപിതാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. എല്ലാ ഉത്കണ്ഠകൾ സമാധാനമായി കൈകാര്യം ചെയ്യാൻ, ജീവിത ക്ലേശങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കുവാൻ, കഠിനമായ അധ്വാനങ്ങൾ ശോഭനമായി ചെയ്തു തീർക്കുവാൻ ഒക്കെ യേശുപിതാവ് നമ്മളെ സഹായിക്കും. നഷ്ടധൈര്യരാകാതെ, മനം പതറാതെ, മനസ്സ് ഇടിയാതെ വിശ്വാസപൂർവ്വം താതൻ്റെ പക്കൽ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ഉയർത്താം. നിശ്ചയമായും ഈ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം സ്വർഗപിതാവിനോട് ചോദിച്ചിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് യേശുപിതാവ് നിലകൊള്ളും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ വലിയ തെരഞ്ഞെടുപ്പ് കിട്ടിയ വിശുദ്ധ യോസേപ്പേ, നീതിമാനായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണമേ എന്ന്. തിരുക്കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം സ്വർഗം അങ്ങയുടെ കയ്യിലാണല്ലോ ഏൽപ്പിച്ചത്. ഓ സ്വർഗപിതാവേ, എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വം
അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മാധ്യസ്ഥം എപ്പോഴും ഞങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.